വെള്ളത്തിൽ നിന്ന് മാറ്റിയാൽ ഇതിന് സ്കിൻ ഒരു ബ്ലാക്ക് കളർ വരും. അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്ന മാത്രം ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് എടുത്ത് തുടച്ച ശേഷം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുവാണ്. ഇനി നമുക്ക് ഇത് സ്ലൈസർ ഉപയോഗിച്ച് ഇത് ചെറിയ സ്ലൈസ് ചെയ്തെടുക്കാം, ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള സ്ലൈസസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് സ്ലൈസ് ചെയ്യുന്നത്. ആ 2 ഉരുളക്കിഴങ്ങ് മാത്രമേ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് തുടച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി വെള്ളത്തിൽ തന്നെയാണ്. ഇനി എണ്ണയിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കണം, ഒന്നിച്ചിടരുത്. ഓരോ പീസസ് ആയിട്ട് വേണം ഇടാൻ, എന്നെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഫ്ലെയിം ഒരു ഹൈന്ന് അല്പം കുറച്ച ശേഷം നമുക്ക് ഇത് എല്ലാം ഓരോ സ്ലൈസസ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.